എന്തിനാണ് അല്ല ഇത്ര ചരിത്രമൊക്കെ അറിയുന്ന സുജിത് ഭായി ഭയക്കുന്നത് എന്തിനാണ്? നിങ്ങൾ എന്തിനാണ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത്? അല്ല ഭയത്തിലേക്ക് പോകുന്നൊക്കെ എന്തിനാണ് പറഞ്ഞ് ഭയക്കുന്നത്? ഞങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? ഞങ്ങളുടെ ഭയം ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ. നിങ്ങൾക്ക് അല്ല എനിക്കൊരു ഒരു സെക്കൻഡ് കേട്ടോ, ഗാന്ധിയുടെ ഇതിൽ ആരും ഇടപെടല്ലേ, ഒരു സെക്കൻഡ് ഭയമാണ്. ഞാനിത് ക്ലിയർ ചെയ്ത് പോയിട്ട് വിടുള്ളൂ മൻസൂറിനെ. പറ, ഞങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? RSS എന്തിനാണ് ഗാന്ധി വധത്തെ കുറിച്ച് ഭയക്കുന്നത്? മടിയിൽ കനമുള്ളവന് വഴിയിൽ പേടിക്കണം. അതന്നെ. RSSന് കൊലപാതകത്തിൽ പങ്കുണ്ട്, അതുകൊണ്ട് RSS ഭയക്കുന്നു. തെളിവുണ്ടോ? തെളിവുണ്ടല്ലോ. എന്ത് തെളിവ്? എന്താണ്? ആരാണ് ആരെങ്കിലും ഒരു തെളിവ്, ആരെങ്കിലും ഗാന്ധി വധിക്കപ്പെട്ടതിന് ശേഷം ഇതാ ഇന്ന് നമ്മൾ ഈ നിൽക്കുന്ന ഈ സമയം വരെ നിങ്ങൾ ഒരു തെളിവ് കൊടുത്തതായിട്ട്, ഒരു തെളിവ് നിങ്ങൾ ഏത് ഗൂഗിൾ വേണമെങ്കിൽ സെർച്ച് ചെയ്തോ, ഏത് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ ലേറ്റസ്റ്റ് പ്രസിദ്ധീകരണം എടുത്തോ, അല്ലെങ്കിൽ ജിഹാദികളുടെ ലേറ്റസ്റ്റ് എടുത്തോ, നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു തെളിവ് ആരോപണം അവർക്ക് ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞൂടെ? ഇപ്പൊ പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് എനിക്ക് എന്ത് വേണമെങ്കിലും ആരോപണം പറയാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? അത് ഖുറാനിനെ വെച്ച് പറയണം, ഹദീസിനെ വെച്ച് പറയണം. അപ്പൊ മാത്രം അത് എക്സാക്ട്ലി എവിഡൻസ് ആവുള്ളൂ, അല്ലാതെ ആവില്ലല്ലോ. അതേപോലെ എക്സാക്ട് എവിഡൻസ് പറ. ഈ ആരുടെ എവിഡൻസ്? ഏത് ജസ്റ്റിസിന്റെ മുമ്പില് ആര് എവിഡൻസ് കൊടുത്ത്? ദീപങ്കർ ഭാഗ്യ പറഞ്ഞില്ലേ? എന്താണ് പറഞ്ഞത്? തെളിവ് കൊടുത്തോ? പറയാൻ പറ്റില്ല. മൻസൂർ ഇപ്പൊ പറഞ്ഞില്ലേ? മൻസൂർ ഇവിടെ പറഞ്ഞില്ലേ? ഓക്കെ നിക്ക്, ഇനി ഞാൻ പറയാം. മ്യൂട്ടാണ്. ഇപ്പത്തെ മന്ത്രി വീണ ജോർജ് ഇന്ത്യ വിഷനിൽ ഇരിക്കുമ്പോ ഇതേ ചോദ്യം ജസ്റ്റിസ് KT തോമസിനോട് ചോദിച്ചതാണ്, ഗാന്ധി വധത്തില് RSSന്റെ പങ്കിനെ കുറിച്ച്. അന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു കേസ് ഫയലിലും ഇതുവരെ അങ്ങനെ ഒരു പങ്ക് തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോ ഇന്നത്തെ മന്ത്രി വീണ ജോർജ് അടുത്ത ആർഗ്യുമെന്റ് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, മൻസൂർ പറയുന്ന പോലെ തന്നെ ഉണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങൾ എന്തുകൊണ്ട് അത് ഫയൽ ചെയ്യുന്നില്ല? നിങ്ങൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഗാന്ധി വധത്തിന് പുതിയ വഴിത്തിരിവായിട്ടുള്ള തെളിവാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്. ഇതുവരെ ഒരു ജസ്റ്റിസിന് മുമ്പിലും ഒരു അന്വേഷണ കമ്മിറ്റിയുടെ മുമ്പിലും വരാത്ത ഒരു തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഗാന്ധി വധത്തിന്റെ പുതിയ വഴിത്തിരിവായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം നിങ്ങളോട്. ഞാൻ ആർഗ്യുമെന്റ് ചെയ്യാൻ വേണ്ടി ഒരാളോട് പറയുന്ന ഒരാളല്ല, ഞാൻ വസ്തുതാപരമായിട്ട് തന്നെ പറയാം. ഈ കഴിഞ്ഞ വർഷം ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു, ദ മർഡറർ ഫക്കീർ എന്ന് പറഞ്ഞൊരു പുസ്തകം. സുരേഷ് എസ്തോസ് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയും ഒരു ആന്ധ്രാക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയും കൂടെ JNUവിൽ പഠിച്ച 2 ജേർണലിസ്റ്റുകളാണ്, പ്യുവർലി കമ്മ്യൂണിസ്റ്റ് ജേർണലിസ്റ്റുകളാണ്. അവർ 8 വർഷം ഈ ഗാന്ധി വധത്തിന്റെ പുറകെ, ഈ അന്വേഷണത്തിന്റെ പുറകെ നടന്നിട്ട് 8 വർഷം ഒരു PhD തീസിസ് പോലെ അവർ പഠിച്ചതിന് ശേഷം ഇറക്കിയ ഒരു പുസ്തകമാണ്. 2 JNUവിലെ ഡോക്ടറൽ വിദ്യാർത്ഥികളാണ്. മൻസൂർ വന്ന് പറയുന്ന പോലെ ഇവിടെ തമാശയ്ക്ക് എന്തെങ്കിലും ഒരു ആരോപണം പറയുന്നവരല്ല. അവർ കൃത്യമായിട്ട് 8 വർഷം പഠിച്ചിട്ട് ആ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ട്, ഈ കഴിഞ്ഞ വർഷം ആ പബ്ലിഷ് ചെയ്ത പുസ്തകത്തിനെ കുറിച്ച് വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ട് മലയാള മനോരമ തന്നെ അവരെ നേരിട്ട് ഇന്റർവ്യൂവിന് 2 പേരെയും, ഒരു മലയാളിയും ഒരു തെലുങ്കനെയും വിളിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ ചർച്ച ചെയ്യിപ്പിച്ചിട്ടും അവർക്ക് തെളിവ് കൊടുക്കാൻ പറ്റില്ല. അവർ പറഞ്ഞൊരു തെളിവ് എന്താണെന്നറിയാം? അന്ന് ഗാന്ധി മരണപ്പെട്ട ദിവസം RSS അന്ന് രാത്രി യോഗം കൂടിയിരുന്നു. ഈ ഒരു തെളിവാണ് അവർ പറഞ്ഞത്, ഒരേ ഒരു തെളിവ്. യോഗം കൂടിയിരുന്നു. എന്തിനാണ് ആ യോഗം കൂടിയെന്ന് അവർക്ക് പറയാനുള്ള തെളിവില്ല. എന്തെങ്കിലും ലിങ്കേജ് ആയിട്ട് വരുന്ന ഏതെങ്കിലും ആ ഇൻസിഡൻസിന് മുമ്പുള്ള ഏതെങ്കിലും തെളിവില്ല. സവർക്കറിനെ കുറിച്ച് അവർ തെളിവ് കൊണ്ടുവന്നു. സവർക്കറിനെ 2 ആഴ്ച മുമ്പ് ഗോഡ്സെ വന്ന് കണ്ടിട്ട് പോയിരുന്നു എന്നൊരു തെളിവ് കൊണ്ടുവന്നു. ആരാണ് തെളിവ് കൊടുത്തത്? ആരാണ് മൊഴി കൊടുത്തത്? അന്നുണ്ടായിരുന്ന സവർക്കറുടെ വാച്ച്മാൻ, ഗേറ്റ്മാൻ, അയാളാണ് തെളിവ് കൊടുത്തത്. ഈ തെളിവ് കിട്ടിയെന്നാണ് ഈ സുരേഷ് എസ്തോസ് എന്ന് പറഞ്ഞ വ്യക്തി ഈ PhD ആയിട്ട് പഠനം നടത്തിയ 8 വർഷം കൊണ്ട് സവർക്കറിനെതിരെയും RSSനെതിരെയും കണ്ടുപിടിച്ചിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം കൊടുത്ത ഈ 2 തെളിവും ഗാന്ധി വധത്തിന്റെ അന്വേഷണ കമ്മിറ്റി അന്നേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള തെളിവാണ്. അതിനപ്പുറം സവർക്കറിന്റെ റിലേഷനോ RSSന്റെ റിലേഷനോ
ഇന്നവരെ ഇപ്പോഴും കോടതിയുടെ മുമ്പിലോ ഒരു PhD തീസിസ് എന്നുള്ള രീതിയിലുള്ള ഒരു സ്വന്തം അന്വേഷണത്തിന്റെ രീതിയിലോ ഒരു മനുഷ്യനും ഭാരതത്തിൽ മുന്നോട്ട് വെക്കാൻ പറ്റിയിട്ടില്ല. ഇനി നിങ്ങൾ ഈ പറയുന്ന തെളിവുകളൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങളായിരിക്കും പുതിയ ഇത് കൊണ്ടുവരിക. ആസ് ഓഫ് നോ ഒരു JNUവിലെ 2 കുട്ടികൾക്ക് പറ്റാത്തൊരു കാര്യം ഇവിടെ നിങ്ങൾ വന്ന് ഉന്നയിക്കുമ്പോൾ ഞങ്ങൾ ഹെൽപ്ലെസ് ആണ്, തള്ളിക്കളയേണ്ടി വരും. കാരണം അതാ തെളിവുകൾ നിരത്തിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ 2 കാര്യവും അന്വേഷണ കമ്മിറ്റിക്ക് മുമ്പിൽ സവർക്കറിന് 2 ആഴ്ച മുമ്പ് വന്ന് കണ്ടിരുന്നു എന്നുള്ളത് സവർക്കർ അന്വേഷണ കമ്മിറ്റിക്ക് മുമ്പിൽ പറഞ്ഞ കാര്യമാണ്. എന്നെ ഗോഡ്സെ 2 ആഴ്ച മുമ്പ് വന്ന് കണ്ടിരുന്നു. ഇത്രയും വർഷം കഴിഞ്ഞു ഗാന്ധി മരിച്ചിട്ട്, എന്നിട്ട് അവർക്ക് കിട്ടിയ ഒരേ ഒരു പോയിന്റ് എന്താ? ഒരു ഗേറ്റ്മാന്റെ ഒരു റെക്കോർഡാണ്. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് കോടതിയിൽ പറയാത്ത ഒരു വ്യക്തിയെ കിട്ടി. പറഞ്ഞത് രണ്ടും സിമിലറാ, അത് ആര് പറഞ്ഞാലും സിമിലറാ. ഇതിനപ്പുറം ഒന്നും കിട്ടിയിട്ടില്ല. ഇനി എന്താണ് ഇതിന് നിങ്ങൾക്ക് മറുപടി വേണ്ടത്? ആരോപണങ്ങൾ തിരുത്തിയിട്ട് ഒരു കാര്യമില്ല, തെളിവുകളായിട്ട് പോണം. ജസ്റ്റിസ് KT തോമസ് പറഞ്ഞതുപോലെ നിങ്ങൾ എന്തുകൊണ്ട് ഇത് ഗാന്ധി വധത്തിന്റെ നാൾ വഴികൾ എന്ന രീതിയിൽ ആ കേസിന് അവലംബമായിട്ട് മുന്നോട്ട് വെക്കുന്നില്ല? നിങ്ങൾ വെക്കേ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ വെല്ലുവിളിക്കുന്ന RSS നിങ്ങൾ വെക്കൂ. അന്ന് വൈകുന്നേരം ഗാന്ധി കൊല്ലപ്പെട്ടതിനും ശേഷം ആ മിനിറ്റ്സിൽ ഇതിൽ ഇത്രയും കാലത്തെ ഒരു ലിങ്ക് RSSന് കൊണ്ടുവന്നത് അന്ന് RSSന്റെ ഗാന്ധിയുടെ വധത്തിന്റെ വൈകുന്നേരം RSS പ്രത്യേക യോഗം ചേർന്നു എന്നുള്ളതാണ്. അതിവിടുത്തെ എല്ലാ സകലവിധ പാർട്ടികളും യോഗം ചേരും, എല്ലാ സംഘടനകളും യോഗം ചേരും. ഇന്ത്യയിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തി, ആദരണീയായ വ്യക്തി കൊല്ലപ്പെടുമ്പോ സ്വാഭാവികമാണത്. അതിനപ്പുറം അതിന്റെ മിനിറ്റ്സ് പോലും അന്നത്തെ രേഖകൾ പരിശോധിച്ചിട്ട് RSSന്റെ ഒരു സാധനം ആർക്കും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇനിയിപ്പം നിങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ 2 കുട്ടികൾ ഇതിനു വേണ്ടി നടന്ന സമയം നോക്കിയാല് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടുള്ള മുഴുവൻ പുസ്തകങ്ങളുടെയും ആമുഖമാണ്. ഏതാണ്ട് 50 പേജസ് ഓഫ് റെഫറൻസ് ആണ്. റെഫറൻസ് ഒരു ബുക്കിനകത്ത് ഇപ്പോഴും ആമസോണിൽ അവൈലബിൾ ആണ്. ആ പുസ്തകം നിങ്ങൾ വേണമെങ്കിൽ എടുത്ത് വായിച്ചു നോക്കുക. അതിൽ ഒരു ഖണ്ഡിക RSSനെ കുറിച്ച് അവർ കൊടുത്തിട്ടുണ്ട്, ഒരു ഫുൾ ഇത്. അതിൽ എവിടെയും പറഞ്ഞിട്ടില്ല ഗാന്ധി വധത്തില് ഇവർക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യം. ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ പറയുന്നതിന് പ്രസക്തിയില്ല. ഞാൻ ഈ കാര്യം നിങ്ങളോട് ഈ ഒരു ആൻസർ നിങ്ങൾ ഇവിടെ ഈ റൂമിൽ വരുന്ന വ്യക്തി എന്നുള്ള രീതിയിലേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ജസ്റ്റിസ് KT തോമസ് പറഞ്ഞതിനപ്പുറം മറ്റൊന്നും പറയാനില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ആ രീതിയിൽ വരിക. പിന്നെ ഒരു കാര്യം ഉണ്ട്, ഈ ക്ലബ് ഹൗസിൽ ഈ സുപ്രഭാതം കേരളത്തിന്റെ മാന്യത കൊണ്ട് മാത്രമാണ് ഈ വിഷയം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തെളിവുകൾ അടക്കം നിങ്ങളോട് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇതിനെ നേരത്തെ പറഞ്ഞല്ലോ, ഡിഫെൻഡ് ചെയ്യുന്ന ഒരു പരിപാടിയേ ഇല്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ പറയാം. 1960 വരെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് നിങ്ങൾ എടുത്ത് പരിശോധിച്ചോ, ഏത് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് എടുത്ത് പരിശോധിച്ചോ, 1960 വരെ സവർക്കറിനെതിരെയോ RSSനെതിരെയോ ഗാന്ധി വധത്തിനെ കുറിച്ച് ഒരു പ്രസ്താവന പോലും ഈ ഇന്ത്യയിൽ ഒരാൾ നടത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് നടത്താത്തത്? പെട്ടെന്ന് എങ്ങനെയാണ് 1960 എത്തുമ്പോൾ മാത്രം സവർക്കറും RSSും ഒക്കെ ഇതിന്റെ പ്രതിയോഗികളായി മാറുന്നത്? അതൊരു പ്രൊപ്പഗണ്ട അജണ്ടയാണ്. ഞാൻ അതിന്റെ വിശദീകരണത്തിൽ പോകുന്നില്ല, നിങ്ങൾ തന്നെ പരിശോധിച്ചോ. 1960 മുമ്പ് ഗാന്ധി വധത്തെ റിലേറ്റ് ചെയ്ത് സവർക്കറിനെ കുറിച്ചോ ഈ RSSനെ കുറിച്ചോ എന്തെങ്കിലും ഇവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു പ്രസ്താവനയോ ഒരു അലഗേഷൻസോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തതായിട്ട് നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല. വേണമെങ്കിൽ നിങ്ങൾ പരിശോധിച്ചു. Okay, I have to comment on few things. Mansoor left. See, this is what these people are always. When you answer them with facts, Sujit, they cannot stand. And there are some people who are saying, "Oh, it rattled three Sangees." Nobody is rattled here. We just want. ആക്ച്വലി അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, ലക്ഷ്മി അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് റൈസ് ചെയ്യും. അപ്പൊ ഇവിടെ പല എന്താ പറയുന്നത്, നമ്മളുടെ പോലെ RSSന്റെ പൊളിറ്റിക്സ് സംസാരിക്കുന്ന ഒരു റൂം തന്നെയാണ് ഇത്. അതിനകത്ത് യാതൊരു സംശയമില്ല. അധികം ആളുകളും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ തുടങ്ങുമ്പോൾ ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ പോലും കൂടുതൽ ആളുകളും ഇതിനകത്ത് വരുന്നവരാണ്. അപ്പൊ ഇത്തരം റൂമുകളില് ഇത്തരം ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ യഥാർത്ഥ മൻസൂർ ചെയ്യുന്ന ഒരു കാര്യം. നമുക്ക് അതിലൂടെ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്,
അത് ഇവിടെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് തെളിവുകളോടുകൂടി പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ ഒരാള് ആ ക്വസ്റ്റ്യന് കൃത്യമായിട്ടൊരു ആൻസർ ഇവിടുന്ന് കിട്ടുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ കോൺട്രിബ്യൂഷൻ ആണ് ആ കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം ആളുകൾ വന്ന് ക്വസ്റ്റ്യൻ റൈസ് ചെയ്തു പോയാലും ഇനി ചാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ റൈസ് ചെയ്തു പോയാലും നമുക്ക് കൃത്യം ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ പറ്റും. നമുക്ക് 100% ഏത് വിഷയത്തിലും ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ പറ്റും. കാരണം എന്താ, നമ്മുടെ ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ബയാസ്ഡ് അല്ല. ഈ പ്രസ്ഥാനത്തെ വളരെ പൊളിറ്റിക്കലി വളച്ചൊടിക്കുകയാണ് ചെയ്തത്. എനിക്ക് കാരണം കേൾക്കുന്നില്ല? ഓക്കെ, എന്റെ ഇല്ല, നെറ്റ്വർക്ക് ഒന്ന് ഇടയ്ക്ക് പോറാ. ഓക്കെ, ഇപ്പൊ കേൾക്കാല്ലേ? പറഞ്ഞു കേട്ടില്ല. സുജിത് ജി, can you please repeat? കേട്ടില്ല ലാസ്റ്റ് ഓക്കെ. പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്തരം ക്വസ്റ്റ്യൻസ് ആളുകൾ റൂമിൽ വന്ന് റൈസ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിന് ആൻസർ കൊടുക്കാൻ പറ്റും. ഇവർ ഇതുപോലത്തെ ബയാസ്ഡ് ആയ സബ്ജക്ട്സുകളായിട്ട് വരാറുണ്ട്. അപ്പൊ ആളുകൾക്ക് ഒരു പുകമുറ ആണ് ഈ വിഷയത്തിലൊക്കെ. കാരണം അവര് ടെലിവിഷനിലൂടെ കേട്ടിട്ടുണ്ട്, അതിന് ബയാസ്ഡ് ആണ്. എല്ലാ ടെലിവിഷൻസും കേരളത്തിൽ ബയാസ്ഡ് ആണ്. അപ്പൊ അവര് ആ രീതിയിൽ പോകുന്നു. ഇവിടെ നമുക്ക് അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാല് അവര് പോലും കാണാത്ത ചില കാര്യങ്ങളെ എടുത്തു കൊണ്ടുവന്ന് പരിശോധിച്ച് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പൊ ബെഞ്ച് ഓഫ് തോട്ട്സിന്റെ കാര്യം എത്ര നേരമാണ് അല്ലെങ്കിൽ എത്ര കാലമാണ് അവർ സംസാരിക്കുന്നത് ഇവിടെ. എന്താണ് ഈ ബെഞ്ച് ഓഫ് തോട്ട്സ് ഉണ്ടാകുന്നതിനുള്ള പ്രധാന ഒരു കാരണം? RSS എന്ന് പറയുന്ന സംഘടന ഒരു ഫോട്ടോ പോലും വേണ്ട, ഒരു പുസ്തകവും വേണ്ട, ഒരു കാര്യവും വേണ്ട, നിസ്വാർത്ഥമായിട്ട് നിങ്ങൾ സേവനം നടത്തുക എന്നാണ് ഡോക്ടർ ജി അടക്കമുള്ള ഗുരുജി ഗോൾവാൾക്കറിന്റെ അടുത്തേക്ക് വരുന്നത് വരെ ഒരു പ്രസിദ്ധീകരണം അവര് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പൊ ഗാന്ധിജി പോലും അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു ഒക്കെ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ, അതായത് ലഘുലേഖകൾ വിതരണം ചെയ്യാതെ, പല കാര്യങ്ങളും ചെയ്യാതെ എങ്ങനെ ഒരു സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. ബാംഗ്ലൂരിലെ ഒരു വിക്രമൻ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഗുരുജി ഗോൾവാൾക്കറിന്റെ പുറകെ നടന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ക്രോഡീകരിച്ചെടുത്തിട്ട് ഞാനൊരു പുസ്തകമാക്കിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് പല തവണ അദ്ദേഹത്തിന്റെ പുറകെ നടന്നിട്ട് അദ്ദേഹം ആദ്യം ഒന്നും അതിന് അനുവാദം കൊടുത്തിരുന്നില്ല. പിന്നീട് ഈ പ്രസംഗങ്ങൾ ക്രോഡീകരിച്ച് കൊണ്ടുപോയി അദ്ദേഹത്തോട് അനുവാദം ചോദിച്ച് ഒരു സംഘപ്രവർത്തകന് ഇങ്ങനെ ഇത്രയും കാര്യക്ഷമമായിട്ട് ഗുരുജിയുടെ പ്രസംഗങ്ങളൊക്കെ ക്രോഡീകരിക്കുകയല്ലേ എന്ന് കരുതിയിട്ട് ബാംഗ്ലൂരിലെ വിക്രമൻ നായർക്ക് ഒരു അനുവാദം കൊടുക്കുകയാണ് ചെയ്തത്. അത് അല്ലാതെ സംഘപരിവാർ പ്രസ്ഥാനം ഇത്തരത്തില് ഒരു കാര്യവും ചെയ്തിരുന്നില്ല. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അജണ്ട വെച്ച് ഇങ്ങനെ ചെയ്യണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് നിസ്വാർത്ഥമായിട്ട് ജനങ്ങളെ സേവിച്ച് നിങ്ങൾ പല പ്രവർത്തനങ്ങൾക്ക് ഗ്രാമങ്ങളിൽ പോകുക, പ്രവർത്തിക്കുക എന്നുള്ള ഒറ്റ ഐഡിയോളജിയാണ് അന്നും ഉണ്ടായിരുന്നത്. അതിനിപ്പോഴും അങ്ങനെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്ക് എന്താ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്തരം ആളുകൾ പല കാര്യങ്ങളും കൊണ്ടുവരുമ്പോ ഈ പറഞ്ഞതുപോലെ തെളിവുകൾ കൊടുത്ത് അവരെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ മൻസൂറിനെ മനസ്സിലാക്കിക്കാന്നോ അല്ലെങ്കിൽ ഇവിടെ ഈ ക്ലബ് ഹൗസിൽ വന്ന അന്ന് മുതൽ ഞാൻ ഇപ്പൊ വരെയും സംസാരിക്കുന്ന എല്ലാ ദിവസവും പറയുന്ന ഒരു കാര്യം, മൻസൂറിനെ പോലെയുള്ള ആളുകളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയല്ല, ഷായെ പോലെയുള്ള ആളുകൾക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയല്ല നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. നമ്മളുടെ ഈ കേരളത്തിലെ എല്ലാ മലയാളികളും ബയാസ്ഡ് ആണ്, കംപ്ലീറ്റ്ലി ബയാസ്ഡ് ആണ്. നിങ്ങളെ അതിന്ന് രക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആണ്. അതിന് എക്സ്പ്ലനേഷൻ കൊടുത്ത് അതിനെക്കുറിച്ച് വളരെ കൃത്യമായി പഠിച്ച് വന്ന് സംസാരിച്ച് വിത്ത് എവിഡൻസ് കൊടുക്കുക എന്ന് പറയുന്നത് ഹ്യൂജ് ടാസ്ക്. ഞാൻ പറഞ്ഞല്ലോ, DC ബുക്സ് പോലും ബയാസ്ഡ് ആണ് പബ്ലിഷ് ചെയ്യുന്ന കാര്യത്തിൽ. പബ്ലിഷ് ചെയ്യുന്ന ബുക്സിന്റെ കാര്യത്തിൽ ബയാസ്ഡ് ആണ്. ഇവിടുത്തെ എഴുത്തുകാര് ബയാസ്ഡ് ആണ്. ഈ ബയാസ് മെന്റാലിറ്റി കൃത്യമായിട്ട് കൊണ്ടുവന്നിരുന്നു പല ആളുകൾ. എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ അജയ് ഒക്കെ റൂം നടത്തുമ്പോൾ ഈ റൂം കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് അവിടെ പോയി ഇരിക്കാറുണ്ട്. അവർ ഒരേ സമയം RSSനെ എതിർക്കുന്നു, ഒരേ സമയം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുന്നു. എന്താണ് അതുകൊണ്ട് സംഭവിക്കുന്നത്? എന്താണ്? പൊളിറ്റിക്കൽ ഇസ്ലാമിന് തുലനം ചെയ്യാണ് RSSനെ. പക്ഷെ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്? ഇതിനു മുൻപ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ള മുഴുവൻ ജേർണലുകളും മുഴുവൻ പബ്ലിക്കേഷൻസും മുഴുവൻ ആളുകളും 1980 കാലഘട്ടം മുതൽ ഈ കേരളത്തിലേക്ക് BJP പ്രസ്ഥാനം അതിന്റെ രാഷ്ട്രീയ പ്രവേശനം നടത്തിക്കൊണ്ട് വരുന്നത് വരെ അതിനൊരു ഡിഫൻസ്
സുജിത്ത് സൗണ്ട് പോയി. ശബ്ദം പോയി കേട്ടോ. സൗണ്ട് ഇല്ല. Sujitji, we can't hear you. Shari, I don't think he's hearing us, that we can't hear him. So till he comes, I want to cover few of the things. ഇനി ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാനായിട്ട്? ഡിഡ് ഐ ഇന്റർഫിയർ ഇൻ ബിറ്റ്വീൻ? പ്രകാശ് ജി, പ്രതീഷ് ജി ഒക്കെ സംസാരിച്ചോ? ജിനേഷ് ജി ആൻഡ് ഓൾ, ഐ നോ യു ഓൾ കെയിം ബിഫോർ മീ. ഞാൻ സംസാരിച്ചില്ല മാഡം. അല്ല, അതിന് മുന്നേ സലീം ഭായിക്ക് മുന്നേ ഞാനുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ശോഭിൻ, ഓക്കെ yes. ഓക്കെ Song ഓക്കെ you will talk after me, okay? ഓക്കെ. Yes, പറഞ്ഞോളൂ ശോഭിൻ. ഓക്കെ ഓക്കെ താങ്ക് യു. അല്ല, ഞാൻ ഇപ്പൊ സുജിത് ഭായി കേൾക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. ഇതിനകത്ത് ഈ നമ്മൾ എന്താണ് പറയുന്നത്, ഇവര് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എത്ര ക്ലാരിഫിക്കേഷൻ കൊടുത്താലും ഇവർ ഈ പറയുന്ന ഈ ഒരു പാട്ട് RSS ആണ് ഗാന്ധിവധത്തിന് പിന്നിൽ നിന്നുള്ളത് അവർ പാടിക്കൊണ്ട് തന്നെ ഇരിക്കും. അതിന് നമ്മൾ കുറച്ചും കൂടെ ചെയ്യേണ്ടത്, ഇപ്പം വ്യക്തമായിട്ടുള്ള തെളിവുകളും അല്ലെങ്കിൽ മറ്റു ഡീറ്റെയിൽസും എല്ലാം ഉണ്ട്. ഇതിവര് പറഞ്ഞു വെക്കുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇവർക്ക് തന്നെ ഇവര് ഈ ഒരു എന്താണ് പറയുന്നത്, ലോകത്തിൽ എവിടെ ഒരു മുസ്ലിം ഒരു ഒരു തെറ്റ് മിനിറ്റ് ചെയ്താലും. ഒറ്റ മിനിറ്റ്. ആരാണ് ഈ റാവിന് മേലെടുത്തത്? അത് ഇവിടെ ഇമോജി ഇടാൻ വേണ്ടി മാത്രം വരുന്നത്. മോഡ്സിന് Yeah, ശ്രദ്ധിക്കണേ. by mistake. That's why I made you mod. Put him down. I'm not able to put him down. Put him down. Thank you. അല്ല, ഈ കമന്റുകള് ഡിലീറ്റ് ചെയ്യണം കേട്ടോ. ആവശ്യമില്ലാത്ത കമന്റുകൾ അല്ല, അവിടെ കിടക്കട്ടെ. നമുക്ക് അതിന് മറുപടി ഉണ്ടല്ലോ. ഇവര് സുജിത് ചേട്ടന് അത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അവരുടെ കമന്റ് അവിടെ കിടക്കണം. അത് കണ്ടിട്ട് വേണം അത് ക്ലാരിറ്റി കൊടുക്കുന്നത് മനസ്സിലാക്കാനായിട്ട്. ഇത് മറുപടി ഇല്ലെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്താൽ മതി. ഓക്കെ വി. അല്ല, ഇതിനകത്ത് ഇവര് ഈ പറയുന്ന ഒരു ആഗോള മുസ്ലിം, ലോകത്തിൽ എവിടെ ഒരു മുസ്ലിം എന്ത് തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ എന്തെങ്കിലും പീഡനം അനുഭവിച്ചാലും അത് തങ്ങളുടെ ആളാണ് എന്ന് കരുതി, അല്ലെങ്കിൽ ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ അതുകൊണ്ടാണ് ഇവര് അജ്മൽ കസബ് എന്ന് പറയുന്ന പാകിസ്ഥാനിലെ തീവ്രവാദി ഇവിടെ പാർലമെന്റ് ആക്രമിക്കുമ്പോൾ അതിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുകയും പുള്ളിക്ക് ഇവിടെ എല്ലാവിധ സഹായങ്ങൾ കൊടുക്കുകയും അതിനുശേഷം പുള്ളിനെ ഇവിടുത്തെ ഭരണകൂടം തൂക്കിക്കൊന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കൊച്ചിയിലെ ഒരു മസ്ജിദില് ആ പുള്ളിക്ക് വേണ്ടി മയ്യത്ത് നിസ്കാരം നടത്താൻ ഒരുങ്ങിയത് ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു എന്താണ് പറയുന്നത്, മുസ്ലിം ബ്രദർഹുഡ് എന്തോ ഒരു സംഭവം നമ്മുടെ അംബേദ്കർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പറയുന്ന മുസ്ലിങ്ങളുടെ ബ്രദർഹുഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രത്യേകതരം ബ്രദർഹുഡാണ്. അതുകൊണ്ടാണ് ഗാന്ധിജിക്ക് പോലും തുർക്കിയിലെ ഖലീഫയ്ക്ക് സ്ഥാനം പോയെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിങ്ങളെ കൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുപ്പിക്കേണ്ടി വന്നത്, അന്ന് വരെ അതിനോട് പുറംതിരിഞ്ഞു നിന്ന മുസ്ലിങ്ങളെ. അപ്പൊ ഇതൊക്കെയാണ്. എന്നിട്ടും അവരത് വളച്ചൊടിച്ച് ഇവിടുത്തെ ഉള്ള സഹോദരങ്ങളെ തന്നെ അയൽവാസികളെ തന്നെ കഴുത്തറക്കുന്ന രീതിയിലേക്ക് അവർ ഈസി ആയിട്ട് വീഴുന്നു. നമ്മൾ സംസാരിക്കുന്നത് മുഴുവനും രാഷ്ട്രീയമായിട്ടാണ്. ഞാൻ പറയുന്നത് രാഷ്ട്രീയം അല്ല ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മതപരമായിട്ട് ഒരു രാജ്യമാക്കി മാറ്റാന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഇത്ര നേരം കേട്ടിരുന്നില്ല. ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല. സൂര്യ സംസാരിക്കരുത്, ഒന്നും കേട്ടില്ല. സൗണ്ട് കേൾക്കാഞ്ഞുകൊണ്ടാണ് അടുത്ത ആളിലേക്ക് ഞങ്ങൾ പോയത്. സോറി. ഇപ്പൊ തുടക്കം മുതൽ ഒന്നും കേട്ടില്ല. ഇല്ല, ഇടയ്ക്ക് കട്ടായി പോയതാണ്. യു ആർ ടോക്കിംഗ് അബൌട്ട് എന്താ പറയാ, ഇതിലെ കട്ടായി പോയതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു 5 minutes ആയി ഞങ്ങൾ ഒന്നും കേട്ടില്ല. വി വെയിറ്റഡ് ഫോർ സം ടൈം, ദെൻ വി സ്റ്റാർട്ടഡ് ദ ഡിസ്കഷൻസ്. സുജിത്ത്, എന്തിനാണ് ഇത് പറയേണ്ട ആവശ്യകത? താഴെ ഇരിക്കുന്ന ആൾക്കാർ അതിനുശേഷം ഇതൊന്നും കേട്ടിട്ടില്ല. ആ ജസ്റ്റിഫിക്കേഷൻ കഴിഞ്ഞോടുകൂടി അത് കട്ടായി പോയി. ഓക്കെ. അപ്പൊ നിങ്ങള് ഡിസ്കഷൻ എവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സംസാരിച്ചു, അല്ലെങ്കിൽ ഞാൻ തന്നെ നേരത്തെ പറഞ്ഞതൊന്ന് കണ്ടിന്യൂ ചെയ്യാം. അല്ല, പിന്നെ സുജിത്ത് പറഞ്ഞത് സോബിന്റെ രീതിയിൽ പറയുകയായിരുന്നു. പറഞ്ഞോളൂ സുജിത്ത്, പറഞ്ഞോളൂ. ഓക്കെ. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ മൻസൂർ വന്നിട്ടാണെങ്കിലും ഷാ വന്നിട്ടാണെങ്കിലും ഇവിടെ ക്വസ്റ്റ്യൻ റൈസ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലാരിഫൈ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയല്ല, നമ്മൾ ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ക്ലാരിഫൈ ചെയ്യുന്നത്. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ ഇവിടെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ദേ ആർ ഓൾ ബയാസ്ഡ് ബിക്കോസ് ഓഫ് ദ ജേർണലിസം. ഈ ഒരു വർഷം 5672 ജേർണലുകൾ ഒരു ഇന്ത്യയിലെ TV ഇല്ലാത്തൊരു കാലത്ത് പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അത് റൈറ്റ് പൊളിറ്റിക്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പ്രസിദ്ധീകരിച്ചിരുന്നത് എന്ന് നിങ്ങൾ അറിയുമ്പോഴാണ് നിങ്ങൾ എത്രമാത്രം ബയാസ്ഡ് ആയിരുന്നു ഈ കാര്യത്തെ കുറിച്ച്
RSSനെ കുറിച്ച്, റൈറ്റ് വിങ് പൊളിറ്റിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ. കാരണം അത്രയും പബ്ലിക്കേഷൻസ് TV ഇല്ലാത്തൊരു കാലത്ത് ഈ കേരളത്തില് വന്ന് ധാരാളം ഇറങ്ങിയിരുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ 60 വയസ്സുള്ള 50 വയസ്സുള്ള ആളുകളൊക്കെ എന്ത് സംസാരിച്ചാലും, സാഹിത്യത്തെ കുറിച്ച് സംസാരിച്ചാലും, ചരിത്രത്തെ കുറിച്ച് സംസാരിച്ചാലും, എന്ത് വിഷയത്തെ കുറിച്ച് സംസാരിച്ചാലും അവരെപ്പോഴും റൈറ്റ് വിങ് പൊളിറ്റിക്സിന് എഗെയിൻസ്റ്റ് ആയിട്ടേ അവർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊരു RSS കാരനാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്ത് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇത്രയും വർഷം ഉണ്ടാക്കിയിട്ടുള്ള 1918 മുതൽ 1980 വരെ നിങ്ങൾ കേട്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും തന്നെ തെറ്റാണ്. ക്ലിയർലി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. മഹാത്മാഗാന്ധി പോലും നിങ്ങൾ പറയുന്നത് ഒരു മഹാത്മാവായിട്ട് കേൾക്കുന്നതും അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും ഒരു ഐഡിയോളജിയുടെ ബേസിലാണെന്നും അത് കൃത്യമായിട്ട് താഷ്കണ്ടിലെ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റഡി ചെയ്തതിന് ശേഷമാണെന്നും ആരൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് ഉയർത്തിക്കാട്ടേണ്ടതും എന്നത് ഒരു തീരുമാനമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ? നിങ്ങൾ എന്നെ തല്ലിക്കൊല്ലും. എന്നാൽ ഞാൻ പറയുന്നു അത് അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെയാണ് അത് പോയത്. ആ രീതിയിലാണ് അത് ഉയർത്തിക്കാട്ടപ്പെട്ടത്. എന്റെ അടുത്ത് തെളിവുണ്ട്. തെളിവടക്കം ഞാൻ പറയുന്നു. ഏത് യൂണിവേഴ്സിറ്റി, ഏത് സമയത്ത്, എപ്പോ, എങ്ങനെ, ആരൊക്കെ അതിൽ പങ്കെടുത്തു, ആരൊക്കെയാണ് കോർ കമ്മിറ്റി അത് തീരുമാനിക്കാൻ വേണ്ടി തീരുമാനിച്ചത്, എന്താണ് നമ്മുടെ മുഴുവൻ മാധ്യമങ്ങളിലും വരേണ്ടത്, ഏത് സമയത്ത് എപ്പോ വരണം, ഏത് സംസ്ഥാനത്തിൽ വരണം എന്ന് തുടങ്ങിയ എല്ലാ കാര്യത്തിനും കൃത്യമായ തെളിവുണ്ട്. നമീം ഖുറേഷി എന്ന് പറഞ്ഞ ഒരു ചരിത്ര പണ്ഡിതൻ ഇതിനെക്കുറിച്ച് ടർക്കിഷ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പേപ്പർ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിതൊന്നും അറിയുന്നില്ല. നമ്മൾ ദൈനംദിന പൊളിറ്റിക്സ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരെ പോലുള്ള ആളുകൾ വന്ന് ഗാന്ധിവധത്തിന് RSSന് പങ്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യത്തിനും തെളിവുകളോടുകൂടി കൊടുക്കാൻ ഓരോ സമയത്തും ഇവര് തന്നെ നടത്തിയിട്ടുള്ള പഠനങ്ങൾ ഉണ്ട്. ഇവിടെ RSS പ്രവർത്തിക്കുമ്പോൾ ഗുരുജി ഗോൾവാൾക്കർ കാലത്ത് എത്തുന്നത് വരെ ഡോക്ടർ ജി എല്ലാവരോടും പറഞ്ഞു ഒരു പ്രസിദ്ധീകരണം വേണ്ട, നമ്മുടെ പ്രവർത്തനത്തിന്റെ ഒരു ഫോട്ടോ വേണ്ട, ഒന്നും ആവശ്യമില്ല. അപ്പൊ ജവഹർലാൽ നെഹ്റുവിനൊക്കെ അതിശയമായിരുന്നു, എങ്ങനെയാണ് ഒരു മിനിറ്റ്സ് ഇല്ലാതെ, ഒരു പേപ്പർ ഇല്ലാതെ, ഒരു ലഘുലേഖ ഇല്ലാതെ ഒരു സംഘടന പ്രവർത്തിക്കാൻ പറ്റുന്നേ? അതിശയമായിരുന്നു അവർക്കൊക്കെ. ഗാന്ധിജിക്ക് അതിശയമായിരുന്നു. അങ്ങനെയായിരുന്നു ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. വളരെ സൈലന്റ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ടാണ് സുപ്രഭാത് പറഞ്ഞത് സമാധാനത്തിന്റെ രീതിയിൽ പ്രവർത്തിച്ചെന്ന്. അല്ലാതെ ഇവര് പറയുന്നല്ലേ ഇസ്ലാം ഈസ് എ പീസ് ആൻഡ് യു വിൽ ടേക്ക് എ സോഡ് എന്ന് പറയുന്ന പോലത്തെ കേസ് അല്ല. അപ്പൊ എന്താ നമ്മള് ഇങ്ങനെ ആളുകളോട് ഈ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവരിത് അറിയണം. ഈ സോഷ്യൽ മീഡിയ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ കരൺ താപ്പർ റോമില താപ്പറിന്റെ അനിയനാണെന്ന് നമ്മൾ വിളിച്ചു പറയുമ്പോൾ മാത്രമേ അയാളുടെ ന്യൂസ് ക്ലിക്കിലെ ഇന്റർവ്യൂ ഇവിടെ ചർച്ച ചെയ്യപ്പെടാതെ പോവുകയുള്ളൂ. അല്ലെങ്കിൽ അവർ ചർച്ച കൊണ്ടുവരികയും പിന്നെ നമ്മൾ അതിന് പ്രതിരോധിക്കുകയും ജോർജ് സോറസിനെ കുറിച്ച് നമ്മൾ വാചാലായിട്ട് സംസാരിക്കുകയും അയാളുടെ അക്കൗണ്ടബിലിറ്റി മുഴുവൻ എടുത്തു കൊണ്ടുവരികയും എന്നിട്ട് ഇവിടെ ആളുകളുടെ മുമ്പിൽ വിളമ്പുകയും ചെയ്യേണ്ടി വരും. പകരം എന്താണ്, അയാൾ എന്താണെന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. സവർക്കർ എങ്ങനെയാണ് വെറുക്കപ്പെട്ട കന്യാവുന്നതെന്ന് 1960 വരെ എന്തുകൊണ്ട് സവർക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വെറുക്കപ്പെട്ട കനിയായില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ഹിന്ദു ഒരു മൂവ്മെന്റ് ചില സ്ഥലങ്ങളിൽ ഇന്ത്യയില് വളരെ പതുക്കെയാണെങ്കിലും സ്ട്രോങ് ആയിട്ട് വരുന്നത് കാണുന്ന ഒരു ആളുകളുണ്ട്. അവര് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. സവർക്കർ കൊണ്ടുവന്ന രീതിയിൽ അല്ലെങ്കിൽ സവർക്കർ മോസ്കോയില് സംസാരിച്ചിരുന്ന ഒരു തീക്ഷ്ണമായ ഒരു സംസാരമുണ്ട്, എന്തായിരിക്കണം ഇന്ത്യ എന്നുള്ള സംസാരം. ഈ മോസ്കോയിലല്ല, ലണ്ടനില്. അപ്പോ ലണ്ടനില് അയാൾ കൊണ്ടുവന്ന ഒരു ഐഡിയ ഗാന്ധിജിക്കോ അല്ലെങ്കിൽ അംബേദ്കറിനോ മുൻപ് കൃത്യമായിട്ട് ഒരു അഡ്വക്കേറ്റ് ഫ്രെയിം ചെയ്തിട്ട് ഇന്ത്യയില് ഇങ്ങനെയായിരിക്കണം ഭാരതത്തിന്റെ സങ്കല്പം എന്ന് പറയുന്നിടത്തു നിന്നാണ് അയാൾ തെറ്റിപ്പോകുന്നത്. 1960 വരെ അതിന്
വലിയ പ്രാമുഖ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യയില് അത്തരം ചെറിയ നാമ്പുകൾ അവിടെ ഇവിടെയൊക്കെ ചില ആളുകൾ പണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ബംഗാൾ വിഭജന കാലഘട്ടത്തിലൊക്കെ വളരെ ശക്തമായിട്ട് പറയുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം പൊളിറ്റിക്സ് നിന്ന് പുറത്തുപോയി. അവരുടെ ഒരു വാക്കുകൾ പോലും പുറത്തു വന്നില്ല. പിന്നെ നമ്മൾ കേൾക്കുന്നത് ഈ ഒരു കാലഘട്ടമാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, 1860 ഈ സാധനം ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തൊരു 20-25 വർഷം കഴിഞ്ഞിട്ട് ഇത് പ്രബലമാവും ഇന്ത്യയിൽ എന്ന് വരുമ്പോഴാണ് നമ്മൾ ആരെയാണ് കണ്ടുപിടിക്കേണ്ടത് ഒരു പ്രൊപ്പഗണ്ട ഉണ്ടാക്കാൻ വേണ്ടി. വേറൊരു എക്സാമ്പിളും ഇല്ല. നമുക്ക് ഈ മനുഷ്യനെ തന്നെ എടുത്തു കളയാം, സവർക്കറിനെ എടുത്തു കളയാം. അങ്ങനെയാണ് സവർക്കർ കൃത്യമായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത്. അതുവരെ ഇന്ദിരാഗാന്ധിയുടെ പ്രസ്താവന വരെ ഉണ്ട്. ഞാന് എവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ഒരു പ്രസ്താവനയാണ്. ഈ സവർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സേനാനിയാണ്. ഇദ്ദേഹം ഇന്ത്യയിലെ മുഴുവൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലും പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് ഒരു പുതിയ മാർഗനിർദ്ദേശം നൽകിയ ആളാണ് എന്നൊക്കെ പറഞ്ഞ് അനേക ആളുകളുടെ സ്റ്റേറ്റ്മെന്റ് കാണാം. പക്ഷെ ഈ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മള് RSS ആസ് വെൽ ആസ് സവർക്കറൊക്കെ പഠിക്ക് പുറത്താണ്. പിന്നെ കേൾക്കുന്നത് മുഴുവൻ ഇത്തരം കാര്യങ്ങളാണ്. അപ്പൊ ഇവര് പല കാര്യങ്ങളും ഇവിടെ ബയാസ്ഡ് ആക്കാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. അതില് മനുസ്മൃതി ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടിരുന്നു, നമ്മളെ ക്ഷേത്രങ്ങളിലൊക്കെ ഈ സ്റ്റാച്യൂസ് ഒക്കെ ന്യൂഡായിട്ടുള്ള സ്റ്റാച്യൂസ് പല സാധനങ്ങളും കൊണ്ടുവന്നിരിക്കുന്നതിനെ കുറിച്ചൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നത് കേട്ടിരുന്നു. ഇത് എന്താണെന്ന് നമ്മുടെ പുരുഷാർത്ഥം വെച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരാളുമില്ല. പകരം എന്താ ചെയ്യുന്നത്? മനുസ്മൃതി എടുത്തിട്ട് മനുസ്മൃതിയിലെ ഏറ്റവും അവസാനത്തെ കുറച്ച് ചാപ്റ്റേഴ്സിലെ കാര്യങ്ങൾ എടുത്തിട്ട് ഇവിടെ വളമ്പും. ഇതെല്ലാം ഇവരുടെ പ്രൊപ്പഗൻഡയാണ്. എല്ലാ കാര്യങ്ങളും ഈ രീതിയിലാണ് പോകുന്നതെന്ന് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എക്സാക്ട്ലി ഈ പ്ലാറ്റ്ഫോം. ഞാൻ ആ രീതിയിലാണ് ഈ പ്ലാറ്റ്ഫോമിന് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരാൾ വന്നിട്ട്, നിങ്ങൾ ഒരു സ്വതന്ത്ര ചിന്തകൻ വന്നിട്ട് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഈ ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും പോകുന്നു, പലതവണ പോകുന്നു, പല സ്ഥലങ്ങളിൽ പോകുന്നു, ധാരാളം യാത്ര ചെയ്യുന്നു, ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്നു, ഡോക്യുമെന്റുകൾ എടുക്കുന്നു, ആർക്കൈവ്സുകൾ പരിശോധിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാള് സാധാരണ രീതിയിലൊരു റൈറ്റ് വിങ് പൊളിറ്റിക്സിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? എയ്തർ നിങ്ങൾ ഒരു ബയാസ്ഡ് ആവാത്ത സെൻട്രൽ പൊസിഷനിൽ നിൽക്കാനല്ലേ സാധ്യത കൂടുതൽ എന്ന് എന്നോട് ഒരാൾ ചോദിച്ചു. അല്ലെങ്കിൽ എന്നെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ആ ചോദ്യം എന്റെ അടുത്തേക്ക് വന്നത്. അത് ശരിയാണ്. പക്ഷെ നമ്മൾ ഡോക്യുമെന്റുകൾ പരിശോധിക്കുമ്പോൾ ഒരു കാലഘട്ടം മുതൽ ഇന്ത്യയിലെ മുഴുവൻ ചരിത്രത്തിലൂടെയും കടന്നു പോകുമ്പോൾ ആ ചരിത്രം ഒരു വൺ സൈഡ് ആയിരുന്നു എന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നതും പഠിച്ചിരുന്നതും മുഴുവനും ഒരു വൺ സൈഡ് ആയിരുന്നു എന്നും ഇതിനകത്ത് പല കാര്യങ്ങളും വളരെ ബോധപൂർവം മറച്ചിരുന്നു എന്നും മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ റൈറ്റ് വിങ് പോളിറ്റിക്സിന്റെ കൂടെ നിൽക്കുകയുള്ളൂ. കാരണം എന്താ? നമ്മളെ കബളിപ്പിച്ചിരുന്നത് ഇവരാണ്, ഇനിയും കബളിപ്പിക്കപ്പെടുന്നത് ഇവരാലാണ് എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. ധൗളിയിൽ ഞാൻ പോയപ്പോ അവിടെ അശോക ചക്രവർത്തി ധർമ്മപാദത്തിലോട്ട് സഞ്ചരിച്ചു എന്ന് പറയുന്ന ഇൻസ്ക്രിപ്ഷൻ സ്റ്റോണ് ആർക്കിയോളജി വകുപ്പ് പരിരക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് റോമില താപ്പർ അത് എഴുതി വെച്ചിരിക്കുന്നത് ബുദ്ധമതത്തിലേക്ക് പോയി എന്നാണ്. എന്നിട്ട് ഇത് വായിച്ച ബുദ്ധമതത്തിലേക്ക് പോയി എന്ന് വായിച്ചിട്ടുള്ള ഒരു ആള് കലിംഗ യുദ്ധം നടന്ന ധൗളിയില് ഈ അശോകൻ എർഡിക്സിന്റെ മുമ്പിൽ പോയിട്ട് അത് വായിക്കുമ്പോ അവിടെ എഴുതി വെച്ചിരിക്കുന്നു അദ്ദേഹം ധർമ്മത്തിലൂടെ സഞ്ചരിച്ചു എന്ന്. അപ്പൊ ധർമ്മം സനാതന ധർമ്മമാണ്, അതിൽ യാതൊരു സംശയമില്ല. കാരണം അശോക ചക്രവർത്തിയുടെ കാലത്തൊന്നും വലിയ പ്രബലമായിട്ട് ബുദ്ധമതം വേര് പിടിച്ചിട്ടില്ല. ജസ്റ്റ് അത് അശോകന്റെ ഒക്കെ കോൺട്രിബ്യൂഷൻസിലാണ് പിന്നീട് പല സ്ഥലങ്ങളിലും വരുന്നത്. അപ്പൊ ഇതിന് ഇങ്ങനെ എഴുതി വെക്കുന്നു. നളന്ദയിൽ പോകുമ്പോ നളന്ദയില് നളന്ദ മഹാവീര എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കേണ്ടതിന് പകരം, അല്ലെങ്കിൽ സംഗമ ദൃഢ എന്ന് പറയുന്ന സംഗമ ഗ്രാമ എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് കൃത്യമായ സംസ്കൃതത്തിൽ വിളിച്ചിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് അവിടെ ഇല്ല, അല്ലെങ്കിൽ അത് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ അങ്ങനെ ഇല്ല. ഈ മഹാവീര എന്ന് പറയുന്ന പേര് തന്നെ
സംസ്കൃതത്തിലാണ് വന്നതെന്നില്ല. പകരം എന്താണ്, അതൊരു ബുദ്ധിസ്റ്റ് യൂണിവേഴ്സിറ്റി ആണെന്നാണ്. അപ്പോ അവിടെ ചരിത്രത്തിലെ പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്ത് നടത്തി പരിരക്ഷിക്കുന്ന അതേ സ്ഥലത്ത് അതേ എൻട്രൻസിലെ ആ സ്ഥലത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് എടുത്ത് നോക്കുമ്പോൾ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ദിസ് നെയിം കെയിം ഫ്രം സാൻസ്ക്രിറ്റ് വേർഡ്. അപ്പോ അറിയാതെ ബയസ്ഡ് ആയി പോകും. ഈ പറയുന്ന ജേണലുകൾ മുഴുവൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണെന്നും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് വൺ സൈഡഡ് ആണെന്നും ഈ വൺ സൈഡഡ് ആയ ആളുകള് പല ആളുകളെയും നോക്കുകുത്തിയാക്കി ഇരുത്തി, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ പല ആളുകളെയും നോക്കുകുത്തിയാക്കി ഇരുത്തി, ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലെ മഹാരഥന്മാരായിട്ടുള്ള ആളുകളെ ഒരു സൈഡിലോട്ട് മാറ്റി ഇന്ത്യയിൽ 2 കാറ്റഗറി തന്നെ കൊണ്ടുവന്ന് ഇവര് പറയുന്ന എവിഡൻസിനൊക്കെ സാധുതകൾ കുറവാണെന്നും ഇനി എന്നെങ്കിലും ഇവരുടെ എവിഡൻസുകൾക്ക് സാധുത കൂടുതൽ വരികയാണ്, ഞങ്ങളെക്കാളും കൂടുതൽ കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾ ഇവരുടെ ഹിസ്റ്ററി ഇവിടെ എടുത്തോളാം എന്നും പറയത്തക്ക രീതിയിൽ ചരിത്രത്തിൽ തന്നെ ഒരു ഡിവിഷൻ കൃത്യമായിട്ട് ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് യാതൊരു രീതിയിലും ഇത്തരം കാര്യങ്ങളൊന്നും പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു ഗൂഢസംഘം എന്ന് വിളിക്കത്തക്ക രീതിയിൽ അതിന് ഞാൻ വിളിക്കുന്നത്, അല്ലെങ്കിൽ MGS നാരായണന്റെ ഒരു അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നത്, 9 മണിക്ക് ശേഷം ലൈറ്റ് ഇട്ട് ചരിത്രം എഴുതുന്ന ചരിത്രകാരന്മാരുടെ ചരിത്രം മാത്രമേ നിങ്ങൾ ഇന്ത്യയിലെ ചരിത്ര പുസ്തകങ്ങളിലൂടെയും ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളിലൂടെയും ഇനി കേൾക്കാൻ പോകുന്ന ആളുകളിലൂടെയൊക്കെ കേൾക്കാൻ പോകുന്നത്. പകരം അവർക്ക് കിട്ടാത്ത, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രാവിലെ പറഞ്ഞത് നമ്മുടെ സനൽ ഇടമുറുകൻ ഈ ഒരു കൾച്ചർ ഓഫ് കോൺട്രിബ്യൂഷൻ ഫ്രം ദ ഗ്രീക്ക് സംസ്കാരത്തിൽ നിന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. എക്സ്പെഷ്യലി അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ. അപ്പൊ ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ പ്രായം ചെക്ക് ചെയ്യാണ് ചെയ്തത്. ഈ പറയുന്ന കാര്യത്തിനൊന്നും ഓപ്പോസിറ്റ് പറയാനോ എതിർക്കാനോ പോകാതെ ക്ലിയർലി അദ്ദേഹത്തിന് എത്ര വയസ്സായിരിക്കും എന്ന് ഞാൻ ചെക്ക് ചെയ്യാനാണ് ശ്രമിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ വയസ്സ് 68 വയസ്സാണ്. ആ വയസ്സ് കണ്ടപ്പോ പിന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം നറേറ്റ് ചെയ്യല, ബോധപൂർവം നറേഷൻ ഒരു ആർഗ്യുമെന്റിന് കൊണ്ടുവരികയല്ല എന്ന് മനസ്സിലായി. കാരണം എന്താ, അദ്ദേഹത്തിന്റെ പഠനകാലഘട്ടം, ആ പഠനകാലഘട്ടം കഴിഞ്ഞിട്ട് മനസ്സിലേക്ക് വേരുറക്കുന്ന കാലഘട്ടം എത്തുമ്പോഴത്തേക്ക് ഹെവിലി പ്രൊപ്പഗണ്ട മെഷീന് ഡൽഹിയിൽ വ്യാപകമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 50,000 ആളുകളുള്ള ഒരു വലിയ ഗ്രൂപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 5,000 ആളുകളുള്ള വേറൊരു ഗ്രൂപ്പ് കൃത്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അങ്ങനെ വരുമ്പോ സ്വാഭാവികമാണ് അയാൾക്കും തെറ്റുപറ്റും. കാരണം സോഴ്സ് ഇല്ല. നമ്മൾ ലോകത്തെ എത്ര സ്ഥലങ്ങളിലേക്ക് പോകും അയാളെ പോലത്തെ ഒരാള്? പോർച്ചുഗലിൽ ലിസ്ബണിൽ പോയിട്ട് ഡോക്യുമെന്റ് എടുക്കാൻ അയാൾ പോർച്ചുഗീസ് പഠിക്കണം. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ പോലത്തെ ട്രാൻസ്ലേറ്ററുകൾ ഇന്ന് അവൈലബിൾ അല്ല. ഈ പറയുന്ന ലൈബ്രറി തന്നെ വെറും 3,000 രൂപയ്ക്ക് ഇന്ന് നമുക്ക് കിട്ടുമ്പോൾ അന്ന് അയാള് കഷ്ടപ്പെട്ട് അവിടെ പോയിട്ട് ലൈബ്രറിയിലേക്ക് പോകണം. ലൈബ്രറിയിലേക്ക് പോകണമെങ്കിൽ ഇവിടെ PhD ചെയ്തിരിക്കണം. PhD ചെയ്തിരിക്കുകയാണെങ്കിൽ ഇവിടുന്ന് റെഫറൻസ് കിട്ടണം. റെഫറൻസ് കിട്ടിയിട്ട് അവിടുത്തെ ബുക്സിൽ അയാളുടെ പേര് എൻറ്റർ ചെയ്യണം. അയാൾ റെഫർ ചെയ്യാനുള്ള ചില ഡോക്യുമെന്റ്സ് എടുത്തു കൊണ്ടുവരാൻ പറ്റില്ല, പകർത്തി എഴുതാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ള സമയം, സാവകാശം, പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് ഇതെല്ലാം വിരൽത്തുമ്പിൽ ഈസി ആയിട്ട് 2,000-ഓ 3,000-ഓ രൂപ കൊടുത്താൽ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി ലോകത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റി ലൈബ്രറികളും തുറന്നിരിക്കുകയാണ്. അവർ എൻകറേജ് ചെയ്യാണ് ആ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈസിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ക്ലാരിഫിക്കേഷൻ ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് പറഞ്ഞു വന്നത്. മൻസൂർ വന്നാലും ഷാ വന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നമില്ല. കാരണം നമ്മൾ ഒരിക്കലും ഈ അധികാരത്തിൽ ഇന്ന് ഇത്രയും പ്രൊപ്പഗണ്ട ചെയ്യാനുള്ള ഒരു കാര്യവും കിട്ടിയില്ല. അതുകൊണ്ടാണ് ആദ്യം നരേന്ദ്രമോദി വന്നാലും ശരി, വാജ്പേയി വന്നാലും പറയുന്നത് ചരിത്രം തിരുത്തുന്നു, ചരിത്രം തിരുത്തുന്നു, ചരിത്രം തിരുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പാവപ്പെട്ട ഒരു ചരിത്രകാരൻ ഇവിടെ കേരളത്തിൽ വന്നിട്ട് ഒരു സമ്മേളനം നടക്കുമ്പോൾ എഴുന്നേറ്റ് അടിക്കുക വരെ ചെയ്തു ഒരാൾ പ്രസംഗിച്ചപ്പോ. അപ്പൊ അത്രത്തോളം ചരിത്രകാരന്മാര്, ഇർഫാൻ ഹബീബിനെ പോലുള്ള ആളുകൾ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടിയിരിക്കുന്നതെന്ന് സാധാരണ ജനം അറിയേണ്ടതുണ്ട്.
അറിഞ്ഞേ പറ്റും. ഞാൻ എപ്പോഴും ഇവിടെ വന്ന് ചരിത്രത്തെ കുറിച്ച് സംസാരിക്കുന്ന മറ്റു സബ്ജക്റ്റുകളെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ അല്ല. ബേസിക്കലി രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സിനെ മാത്രമാണ്. നിങ്ങളുടെ ജാതീയതയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവര് പറയുന്നത് ആളുകൾ കളിയാക്കും. നമ്മള് ജാതീയതയെ കുറിച്ച് വിവരിക്കുമ്പോൾ ആളുകൾ കളിയാക്കിയിട്ട് പറയും, ആ അതെ മുഗളന്മാരുടെ കൊണ്ടുവന്നതാണ്, അല്ല ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ്, അല്ല പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാണ് ജാതീയത, അതിനു മുമ്പ് ഇവിടെ ജാതീയത ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കും. പക്ഷെ ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരൻ തന്നെ ആദ്യത്തെ പുസ്തകം RS ശർമ്മ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ദളിത്സിനെ കുറിച്ച് എഴുതിയ പുസ്തകം. ഈ പുസ്തകത്തിലൊന്നും ഒരു എവിഡൻസും അദ്ദേഹത്തിനും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം എന്താണ് ഭഗവത്ഗീതയിൽ അതുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പുസ്തകത്തില് ഈ ലൈനില് ഇങ്ങനെ ദളിത്സ് എന്ന് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഋഗ്വേദയിലെ ഈ വരിയില് പിന്നെ ഓരോ ജാതി എന്ന് പറയുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്ന ജാതി എങ്ങനെ പറയുന്നു എന്ന് പറയുക എന്നല്ലാതെ അനേകം പേജുകളാണ് അതിനുവേണ്ടി അദ്ദേഹം മാറ്റി വെച്ചിരിക്കുന്നത്. ഒരു അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകത്തിന്റെ പകുതി പേജും ഇതിനുവേണ്ടിയാണ് RS ശർമ്മ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഈ പറയത്തക്ക രീതിയിൽ നമ്മൾ പറയുന്ന ചാതുർവർണ്ണ്യം, മായാസൃഷ്ടം, പിന്നെ മായാസൃഷ്ടത്തിന്റെ ബാക്കിയില് ഇത്ര അടി മുതൽ ഇത്ര അടി വരെ മാറി നിൽക്കണോ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഋഗ്വേദത്തിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അപ്പം ഏത് പുസ്തകത്തിലാണ് കൊണ്ടുവരുന്നത്, ഏതൊക്കെ പുസ്തകത്തിൽ എവിടെ നിന്നൊക്കെയാണ് കൊണ്ടുവരാൻ പറ്റുന്നത്, ആരൊക്കെ പറഞ്ഞതൊക്കെയാണ് കൊണ്ടുവരാൻ പറ്റുന്നത് എന്നെടുത്തിട്ട് നോക്കുകയാണ് ഇവര് സാധാരണ രീതിയിൽ ഒരു പുസ്തക രചനയിൽ അല്ലെങ്കിൽ ചരിത്ര നിർമ്മാണത്തിൽ ഇവര് ചെയ്യുന്നത്. ഇതിന്റെ കാലദൈർഘ്യം എന്ന് പറയുന്നത് 4500 വർഷം മുതല് ഏതാണ്ട് 14-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്തെ മുഴുവൻ ആളുകളും പല ആളുകളും പറഞ്ഞതും പല സ്ഥലത്ത് എഴുതിയതും തെളിവിന് വേണ്ടി മാത്രം നിരത്തിക്കൊണ്ടാണ് ഈ വാദഗതികൾക്ക് ഇവര് സാധുത കൽപ്പിച്ച് എവിഡൻസ് കൊണ്ടിരുന്നത്. അതല്ലാതെ ഋഗ്വേദിക് കാലഘട്ടത്തിലെ മാത്രം പുസ്തകങ്ങൾ, ഋഗ്വേദ അല്ലെങ്കിൽ ഋഗ്വേദിക് കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ആരണ്യകങ്ങളിൽ അല്ലെങ്കിൽ സ്മൃതികളിൽ ഒക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആ ഓരോ കാലഘട്ടവും 1000 വർഷം മാത്രം എടുത്താൽ പോലും ഏതാണ്ട് 4000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും പിന്നെയും ഈ നൂറ്റാണ്ടിലെ എത്രയോ വർഷങ്ങളെയൊക്കെ എടുത്തിട്ടാണ് ഇതിന് സാധുത കൽപ്പിക്കുന്നത്. അപ്പൊ ഇത് വളരെ ബോധപൂർവം സൃഷ്ടിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് നമുക്ക് വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ഇവിടെ വന്ന് സംസാരിക്കുന്നത്. അത് ജാതിയുടെ കാര്യത്തിലായാലും ശരി, ഇനി 1921 മലബാറിലെ കലാപമാണെങ്കിലും ശരി, നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് നിങ്ങള് വാര്യം കുന്നനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വലിയ ആളാക്കുമ്പോ വാര്യം കുന്നൻ ഒരു ടെററിസ്റ്റ് ആയിരുന്നു, അയാളുടെ കയ്യിൽ ആയുധങ്ങൾ എത്തിക്കുന്നതിനുള്ള കൃത്യമായ സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു, അതിന് തെളിവുണ്ട് എന്ന് കൃത്യം പറയാനുള്ള തെളിവുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം? കാരണം തെളിവുകൾ വലിയ രീതിയിലൊന്നും നശിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഈ ഇൻവോൾവ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ 1921 ഏറനാട്ടില് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പെട്ടെന്നുണ്ടാവുന്ന ഒരു ചെറിയ കാര്യമല്ല. നമ്മൾ അതിൽ നിന്ന് മുന്നോട്ട് നടക്കുമ്പോ ബ്രിട്ടീഷുകാർ റെക്കോർഡ്സ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വലിയ റെക്കോർഡുണ്ട്, മുസ്ലിം ഡിസ്റ്റർബൻസ് ഇൻ മലബാർ എന്ന് പറഞ്ഞിട്ട്. അത് പല കലക്ടേഴ്സിലൂടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്, പല പ്രശ്നങ്ങളിലൂടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇത് ഓരോന്നും പരിശോധിച്ച് പോകുമ്പോൾ ഇവർക്ക് ഈ രീതിയിൽ ട്രെയിനിങ് കൊടുക്കത്തക്ക രീതിയിൽ ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഇത്തരം ആളുകൾ പ്രവർത്തിച്ചിരുന്നോ എന്ന് നോക്കുമ്പോൾ അതിന്റെ കണ്ണി പല 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 സ്ഥലങ്ങളിലേക്കും പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അഫ്ഗാനിസ്ഥാനിൽ വരെ പല സ്ഥലങ്ങളിലേക്കും പോകുന്ന കാണാൻ പറ്റും. അപ്പൊ അവിടുന്നാണ് ഈ കാര്യങ്ങൾക്കുള്ള സാധ്യതകളും തെളിവുകളും നമ്മളിവിടെ കൊണ്ടുവന്ന് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കാനുള്ള ഒരു വേദിയാണിത്. ആ രീതിയിൽ തന്നെ സംസാരിക്കും. സുപ്രഭാതം കേരളത്തില് മൻസൂറിനെ പോലെയുള്ള ആളുകളോട് കൃത്യമായിട്ട് ഒരു എവിഡൻസ് കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് നമ്മളിവിടെ കൊണ്ടുവന്ന ഒരു ഫോർമാറ്റ് ഏത് ഓപ്പോസിറ്റ് അഭിപ്രായമുള്ള ആളുകൾ, അദ്ദേഹം ഇപ്പൊ ഒരു വഴി വെച്ചു അല്ലെങ്കിൽ ഒരു വരി ഇവിടെ വെച്ചിട്ട് പോയി RSS ആണ് കൊന്നതെന്ന് എന്ന് പറയുന്ന രീതിയിൽ വെച്ചുപോയി, നമുക്ക് യാതൊരു തർക്കവുമില്ല. നിങ്ങള്
ഇവിടെ വന്ന് അങ്ങനെ പല കാര്യങ്ങളും വെച്ചാല് അതിന് കൃത്യം ഓപ്പോസിറ്റ് എവിഡൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു രാഷ്ട്രീയക്കാരൻ പറയുന്ന പോലെയോ മൻസൂർ പറയുന്നത് പോലെയോ ഒരു ആരോപണം അല്ല ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. ഒരു ആരോപണം വെക്കാൻ വേണ്ടിയല്ല ഈ ക്ലബ്ബ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. പകരം എന്താണ്, ആരോപണങ്ങൾക്ക് തെളിവുകൾ നിരത്തുകയാണ്. ആ തെളിവുകൾ നിരത്തുന്നത് ഒരു ഇസ്ലാമിസ്റ്റിനെ മനസ്സിലാക്കി കൊടുക്കാനോ ഒരു കമ്മ്യൂണിസ്റ്റുകാരെ മനസ്സിലാക്കി കൊടുക്കാനോ അല്ല, നമുക്ക് സ്വയം മനസ്സിലാക്കാനും നമുക്കത് ആർക്കൈവലായിട്ട് സൂക്ഷിക്കാനും നാളെ ഒരാളോട് സംസാരിക്കുമ്പോൾ അതാണെന്ന് നിങ്ങൾ 10 ആളുകളോട് ഈ തെളിവുകൾ എടുത്ത് സംസാരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി, അത് ഞാനൊക്കെ ഈ ക്ലബ് ഹൗസിൽ ഞാനും നരേന്ദ്രനും പല ആളുകളും സംസാരിക്കുമ്പോൾ അന്ന് സജീവമായി ഉണ്ടായിരുന്ന എല്ലാ റൂമുകളിലും ഈ റൂമിൽ നിന്ന് പോയ ആളുകൾ പലപ്പോഴും ഡിഫെൻഡ് ചെയ്ത് ഞങ്ങൾ പറഞ്ഞ തെളിവുകളിലൂടെ ആളുകളോട് സംസാരിക്കുന്നത് കേട്ടത് കൊണ്ടും കൂടാണ് കൂടുതൽ ഇവിടെ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരണമെന്ന് തോന്നിയിട്ടുള്ളത്. ആ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ എല്ലാ വിഷയങ്ങളിലും, എസ്പെഷ്യലി എനിക്ക് ചരിത്രത്തിന്റെ വിഷയത്തിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, നരേന്ദ്രന് മറ്റ് രാഷ്ട്രീയപരമായ പല വിഷയങ്ങളിലും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ രീതിയിലാണ് നമ്മൾ ഈ ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും നന്ദി. Thank you. कौन आ गया फिर से? पोंगी. Oh, काशी पोंगी. Shobhan ji, go ahead. Prakash ji, can you put? Thank you. അത് മറ്റേ മദ്രസ രാമന്റെ മുത്ത്